അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. ബഹുമാന്യരായ പ്രേക്ഷകരെ, ഒരു തുള്ളി വെളിച്ചത്തിലൂടെ ചരിത്രപംക്തി കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആരുടെ ചരിത്രമാണ് അവതരിപ്പിക്കേണ്ടതെന്ന് പലവരും ആലോചിച്ചെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പകർത്തുന്നതോളം അനുയോജ്യമായ മറ്റൊന്നില്ലെന്ന് എനിക്ക് തോന്നി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറേബ്യയെക്കുറിച്ചും അറേബ്യൻ സമൂഹത്തെ സംബന്ധിച്ചും കേവല ബോധമില്ലെങ്കിൽ പരിപൂർണമാവില്ല. അറബ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം മരുഭൂമി, വിജനദേശം എന്നൊക്കെയാണ്. സസ്യലതാദികളോ ജലാംശമോ ഇല്ലാത്ത ഈ മണലാരണ്യം ജസീറത്തുൽ അറബ് എന്ന നാമത്തിൽ അറിയപ്പെടുകയും അവിടെ താമസിക്കുന്നവരെ അറബികൾ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. പടിഞ്ഞാറ് ചെങ്കടലും സീനാഗിരി നിരകളും, കിഴക്ക് അറേബ്യൻ ഉൾക്കടലും ഇറാഖി ദേശങ്ങളും, തെക്ക് അറബിക്കടലും വടക്ക് സിറിയൻ നാട്ടുരാജ്യങ്ങളും അതിർവരമ്പിടുന്ന ജസീറത്തുൽ അറബിന് മൊത്തം 13 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായ ഈ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അറബികൾ ഒരിക്കലും വൈദേശികാധിപത്യത്തിനോ അടിമത്തത്തിനോ വിധേയമായിട്ടില്ല. സർവസ്വാതന്ത്ര്യത്തോടെ ജീവിച്ച അറബികൾ വൈദേശികരിലൂടെ പാരതന്ത്ര്യത്തിൻ്റെ രുചി അറിയുകയും ചെയ്തില്ല. യൂറോപ്യൻ വൻകരയുടെ കവാടവും ആഫ്രിക്കൻ വൻകരയുടെ കവാടവും യഥാക്രമം ജസീറത്തുൽ അറബിൻ്റെ വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും നിലകൊള്ളുന്നതിനാൽ ഭൂമിയിലെ വലിയ വാണിജ്യ കേന്ദ്രമാവാൻ ഈ മരുഭൂമിക്ക് അവസരമുണ്ടായി. അറബികളെ 3 വർഗങ്ങളായി ചരിത്രകാരന്മാർ വിഭജിക്കുന്നു. ഒന്ന്, അൽ അറബുൽ ബാഇദ അഥവാ വംശനാശം സംഭവിച്ചവർ. ആദ്, സമൂദ് തുടങ്ങിയ ഗോത്രങ്ങൾ ഈ ഗണത്തിൽ പെടുന്നു. രണ്ടാമത്തേത് അൽ അറബുൽ ആരിബ അഥവാ ഒറിജിനൽ അറബികൾ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട യഷ്ജുബുബ്നു യഅ്റുബുബ്നു ഖഹ്താൻ എന്ന ആളുടെ മക്കളെയാണ് അറബുൽ ആരിബ എന്ന് വിളിക്കുന്നത്. ഖഹ്താനികളായ ഇവർ 13 വംശങ്ങളായി പിരിയുകയും വിവിധ ദേശങ്ങളിൽ ദേശാടനം നടത്തി അവിടെ താമസമാവുകയും ചെയ്തു. ഇതിൽ ഇന്നത്തെ അറേബ്യൻ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓരോ ഗോത്രങ്ങൾ താമസിച്ചു അവിടുത്തെ പൗരന്മാരായി അവർ മാറുകയും ചെയ്തു. അൽ അറബുൽ മുസ്തഅറബയാണ് മൂന്നാമത്തെ വിഭാഗം. അറബികളായി മാറിയവർ എന്നാണ് ഈ പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ വിഭാഗത്തിൻ്റെ പിതാവ്, ഇവരുടെ തുടക്കക്കാരൻ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഈ വിഭാഗം അദനാനികൾ എന്ന പേരിലും അറിയപ്പെടുന്നു. പടിഞ്ഞാറൻ യൂപ്രട്ടീസ് നദിക്കരയിലെ ആർ എന്ന പട്ടണത്തിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത്. ഹറാനിലേക്കും പിന്നീട് ഫലസ്തീനിലേക്കും പര്യടനം നടത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പാലസ്തീൻ ദഅ്വാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റി. പ്രബോധനാർത്ഥമുള്ള പ്രയാണത്തിലൊരിക്കൽ ഇബ്രാഹിം അലൈഹിസ്സലാം ശാലീനയായ ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ കൂടെ കൂട്ടി. യാത്രാമധ്യേ കാമവെറിയനായ ഒരു രാജാവിൻ്റെ നാട്ടിലെത്തി. ബലം പിടിച്ച് സാറാ ബീവിയെ ആ രാജാവ് തൻ്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടാൻ നിർബന്ധിക്കുകയും അള്ളാഹുവിൻ്റെ സഹായം സാറാ ബീവിക്ക് അനുഗ്രഹമാവുകയും ചെയ്തു. സാറാ റളിയല്ലാഹു അൻഹയുടെ പുണ്യം മനസ്സിലാക്കിയ രാജാവ് ഫറോവ ചക്രവർത്തിയുടെ മകൾ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ സാറയ്ക്ക് സമ്മാനമായി നൽകി. സാറയുടെ സർവൻ്റായ ഹാജറിനെ ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് സമർപ്പിച്ച് സാറാ ബീവി റളിയല്ലാഹു അൻഹ വിശാല മനസ്കത കാണിച്ചു. സന്താന സൗഭാഗ്യം തീരെ ഇല്ലാതിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്
അള്ളാഹു ഹാജർ റളിയല്ലാഹു അൻഹയിലൂടെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കനിഞ്ഞേകിയപ്പോൾ സാറാ ബീവിക്ക് സ്ത്രീ സഹജമായ പോര് വെറുപ്പ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹയോട് തോന്നി. ഇതോടെ ഹാജർ റളിയല്ലാഹു അൻഹയെ മാറ്റി താമസിപ്പിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം നിർബന്ധിതനായി. അങ്ങനെ പലസ്തീനിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ അറബുൽ മുസ്തഅറബയുടെ പിതാവും മാതാവുമായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഹാജർ ബീവി റളിയല്ലാഹു അൻഹയും മക്കയിലേക്ക് തിരിച്ചു. മൈലുകൾ താണ്ടി മക്കയിലെ ആദ്യ ജനവാസം ബഹുമാന്യരായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയും മാതാവ് ഹാജർ റളിയല്ലാഹു അൻഹയിലൂടെയും തുടക്കം കുറിക്കുകയായി. അള്ളാഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ബിന്ദുവും വളരെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ഉൾക്കൊള്ളാനും പഠിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.